അപ്പൊ നമ്മൾ നിലവിൽ ഇന്ന് ഡേ 7 ചോദ്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു ചോദ്യമാണ് ഇത്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്തു പോകേണ്ട. അപ്പോൾ ആദ്യം ചോദ്യം വായിക്കാം. ഈ ഒരു പാഠത്തിൽ ചോദ്യം വായിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമുക്ക് പുറത്തുള്ള ഇക്വേഷൻസ് വേണ്ട, വേറെ ഒരു കാര്യങ്ങളും വേണ്ട. ആകെ ചോദ്യം ചെയ്ത്, അതായത് ചോദ്യം വായിച്ചാൽ മാത്രം മതി. ചോദ്യം വായിച്ച് മനസ്സിലാക്കിയെടുക്കുക, ശേഷം ആൻസർ ചെയ്തു തുടങ്ങാം. ഇപ്പൊ ഞാൻ ചോദ്യം വായിക്കേണ്ടത് സിമ്പിൾ ആണ്, കുറച്ചുള്ളൂ. ഓക്കെ, സം ഓഫ് എ ടു നമ്പേഴ്സ് ഈസ് 36. ഈ പറയുന്ന കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. സം ഓഫ് എ ടു നമ്പർ. ഇപ്പൊ ടു നമ്പർ എന്ന് അവിടെ എടുത്തു പറഞ്ഞിരുന്നല്ലേ. അപ്പൊ എന്താണ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മിന്റെ അർത്ഥം എന്താ? സമ്മ് കൂട്ടുക എന്നാണ് അർത്ഥം. ഇപ്പോ സം ഓഫ് എ ടു നമ്പർ എന്ന് പറയുമ്പോ ഒരു നമ്പർ 4ഉം ഒരു നമ്പർ 5ഉം, ഒരു നമ്പർ 4ഉം ഒരു നമ്പർ 5ഉം, രണ്ട് നമ്പറാണ്. അപ്പൊ ഈ രണ്ട് നമ്പറിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. അപ്പോ ഇവിടെ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 36. ഏതോ രണ്ട് നമ്പറിന്റെ സമ്മ് 36 ആണ്. ഏതോ രണ്ട് നമ്പറിന്റെ സമ്മ് 36 ആണ്. ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് അറിയില്ല, സെക്കൻഡ് നമ്പർ ഏതാണെന്ന് അറിയില്ല, പക്ഷെ ആ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 36 കിട്ടുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്: എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 36. ഓക്കെ, ആൻഡ് ദ ഡിഫറൻസ് ഈസ് 4. ആ രണ്ട് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 കിട്ടും. ഡിഫറൻസിന്റെ അർത്ഥം മൈനസ് എന്നാണ് ഡിഫറൻസിന്റെ അർത്ഥം. ആ രണ്ട് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ആ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 36ഉം ആ രണ്ട് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ 4ഉം. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഓക്കെ, ഇവിടെ ഇനി ഇതിനെ സോൾവ് ചെയ്യണം. ഫൈൻഡ് ദി ലാർജ് നമ്പർ. ഇതിൽ ഏതാണ് ഏറ്റവും വലിയ നമ്പർ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫൈൻഡ് ദി നമ്പേഴ്സ് എന്നായാലും ചോദ്യം വരാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോണ്ടോ? ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലത്തെ എക്സിന്റെ ടൈമും വൈയുടെ ടൈമും സെയിം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ രണ്ട് ടൈമും സെയിം ആണ്. മുകളിൽ എക്സ് ഉണ്ട്, താഴെ എക്സ് ഉണ്ട്. മുകളിൽ അപ്പുറത്ത് വൈ ഉണ്ട്, താഴെ വൈ ഉണ്ട്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് മുകളിൽ എക്സ് പ്ലസ് വൈയും താഴെ എക്സ് മൈനസ് വൈ എന്നാണ്. അതായത് മുകളിൽ എക്സ് പ്ലസ് വൈയും താഴെ എക്സ് മൈനസ് വൈ എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. ഓക്കെ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താലും കുഴപ്പമില്ല. വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് കുറയ്ക്കാനാണ് പോകുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം. 36ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 32 നമുക്ക് ഉത്തരം കിട്ടാം. ദെൻ ഇതിനാ ശ്രദ്ധിക്കണം, വൈ. ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം വൈ. ഈ മൈനസ് ഇതെന്ത് വൈ ആണ്? മൈനസ് വൈ. ഇങ്ങനെയാണ് ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. ചിലവർ ഇതിനെങ്ങനെ എഴുതുന്നറിയോ? വൈ മൈനസ് വൈ എന്ന് എഴുതും. ഈ വൈയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന നെഗറ്റീവിനാ ആരും മൈൻഡ് ചെയ്യൂല. അത് തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ പോരാ, പൊട്ട തെറ്റാണ്. ഓക്കെ, അപ്പൊ വൈ മൈനസ് വൈ, രണ്ട് മൈനസ് സെന്ററിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആവും. ഓക്കെ, അപ്പൊ വൈ പ്ലസ് വൈ എന്താവും? 2y ആവും. അപ്പൊ എഴുതാം 2y ഈക്വൽ ടു 32. ദെൻ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0. ഈ 2yയുടെ അർത്ഥം 2 ഇൻറ്റു വൈ എന്നാണ് 2yയുടെ അർത്ഥം. ഈക്വൽ ടു 32. ദെൻ y ഈക്വൽ ടു ഈ ഇൻറ്റു 2ന ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ ആദ്യമുള്ളത് 32 ആണ്. ഇൻറ്റു 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 2 വരും. ദെൻ y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 32. ഹരിച്ചു നോക്കണം കേട്ടോ. ഹരിച്ചു നോക്കാം. 32/2 ഒരു പ്രാവശ്യം, 2 1 12ൽ 6 പ്രാവശ്യം, 2 0. ഓക്കെ, നമുക്ക് വൈയുടെ ഉത്തരം 16 കിട്ടും. വൈയുടെ ഉത്തരം 16 കിട്ടും. ഓക്കെ, എക്സ് കണ്ടുപിടിക്കണം. വൈ കിട്ടി. ഇവിടെ ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 36. ഇവിടെ കിട്ടിയത് ആരായിരുന്നു? വൈയെ കിട്ടി. അപ്പൊ വൈ ഉള്ളത് ആരെ കൊടുക്കാം? അവിടെ 16നെ കൊടുക്കാം. എക്സ് പ്ലസ് 16 ഈക്വൽ ടു 36. ഈ പ്ലസ് 16ന ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കാം. എക്സ് ഈക്വൽ ടു 36 മൈനസ് 16. പ്ലസ് അപ്പുറത്തേക്ക് മൈനസ് ആവും കേട്ടോ. എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര ഇട്ട്? 6 ൽ 6 കുറച്ച 0, 3 ൽ 1 കുറച്ച 2, 20. ഓക്കെ, ലാർജ് നമ്പർ എന്താ? 20 ആണ് ലാർജ് നമ്പർ. അപ്പോ ആ രണ്ട് നമ്പർ കൂട്ടുമ്പോ 36 കിട്ടും. ആ രണ്ട് നമ്പർ കുറയ്ക്കുമ്പോ 4 കിട്ടും. ഓക്കെ, ഏതൊക്കെയാണ് നമ്പേഴ്സ്? 20ഉം 16ഉം. ഇങ്ങനത്തെ ചോദ്യം 2 മാർക്കിന് നമ്മുടെ ആദ്യത്തെ 2 മാർക്കിന് മിക്കപ്പോഴും ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നിസ്സാര സമയമുള്ളൂ, 3-4 മിനിറ്റ് ഉള്ളൂ. 2 മാർക്കിലുള്ളതാണ്. നമ്മുടെ ജൂൺ ആയിട്ടുള്ളൂ അല്ലെ.
ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ അച്ഛൻ വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള 4 പാഠമാണ് പഠിക്കാനുള്ളത് അല്ലെ? ഏതൊക്കെയാണ് 4 പാഠങ്ങൾ? പേഴ്സിഫിക്കേഷൻ, ന്യൂ നമ്പേഴ്സ്, പാരലൈൻസ്, ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന 4 പാഠം നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? അതിൽ ഓരോ ദിവസം നമുക്ക് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാടും ഭാരം വരാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഫ്രാക്ഷന്റെ ഒരു ചോദ്യം പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അതേപോലത്തെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.